എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്താണ്. അപ്പം ഇന്ന് നമ്മൾ വലിയ ട്രിപ്പ് ഒന്നും അല്ല പോകുന്നത്. നമ്മുടെ വീട്ടിലേക്ക് ഒരാളെ കൂടെ നമ്മൾ ഇന്ന് കൂട്ടാൻ പോവാ. പുതിയ ഒരു അതിഥിയെ കൂടെ കൂട്ടാൻ പോവാ. അപ്പൊ പുത്തേൻ ട്രാവലോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ശരിക്കും ഈ കന്യാകുമാരി ഈ റൂട്ടിൽ അധികം വരാത്തല്ലേ. മിക്കവാറും നമ്മൾ അപ്പുറത്തോട്ടല്ലേ പോകുന്നത്. മംഗലാപുരം സൈഡ്, പാലക്കാട്, കോയമ്പത്തൂർ ആ സൈഡ്. അല്ല പണ്ട് നമ്മുടെ വീട് പണി നടന്നുകൊണ്ടിരുന്ന സമയത്ത് കന്യാകുമാരിക്ക് വന്ന ഓർക്കുന്നുണ്ടോ? അതിപ്പോ എത്ര വർഷമായി? കളൈക്കാവള, പാറശാല, കളൈക്കാവള ഒക്കെ ബോർഡറാ കേട്ടോ. തമിഴ്നാട് ബസ്സുകൾ വരുന്നുണ്ടോ? അന്ന് നമ്മൾ വന്ന വഴി ഭയങ്കര ബ്ലോക്ക് അല്ലായിരുന്നു. ഒത്തിരി സമയം കൊണ്ടല്ലേ നമ്മൾ ഓടിയെത്തി. ഭയങ്കര ട്രാഫിക് ആയിരുന്നു അന്ന്. ഈ 66-ന്റെ അത്രയും ബൈപ്പാസ് ഒന്നും അത്രയും ആയിട്ടില്ല. ഇപ്പൊ അത്രയും കേരളത്തിന്റെ ഭാഗം ഏകദേശം പണി തീർന്നു. അതുകൊണ്ട് നമ്മൾ ഇവിടെ വരെ പെട്ടെന്ന് എത്തി. ഇത് പഴയ വഴി തന്നെയാണ്. അപ്പൊ ഇനി അങ്ങോട്ട് വഴിപണി തീർന്നു കഴിയുമ്പം അതിലെ നേരെ അങ്ങ് പോയാൽ മതി. പാറശാല ഇവിടെ തൊട്ടടുത്താ. ഇത് ഇവിടം തമിഴ്നാടാ. കോഴിവിളാന്ന് ഈ സ്ഥലപ്പേര്. ഇവിടെ കൊറേ വിളയുണ്ടല്ലോ. വിള, അമരവിള, അതെ അമരവിള, തച്ചൻ വിളയോ. അപ്പൊ നമ്മള് തമിഴ്നാട്ടിൽ കയറി. അപ്പൊ നമ്മൾ ഇവിടെ തമിഴ്നാട്ടിലും കേരളത്തിലും കയറി ഇറങ്ങുന്നുണ്ടല്ലേ. സൈഡിൽ കൂടെ കുറച്ച്. നാഷണൽ ഹൈവേസ് മാർത്താണ്ഡം ഫ്ലൈ ഓവർ. എന്നാ ഹൈറ്റിലൂടെ ഈ ഫ്ലൈ ഓവർ പോകുന്ന? മാർത്താണ്ഡം ടൗൺ മൊത്തം ഈ ഫ്ലൈ ഓവറിന്റെ അടിയിലായി. അയ്യോ, എന്നാ നമുക്ക് ഫ്ലൈ ഓവറെ തന്നെ ബസ് സ്റ്റോപ്പ് ഒക്കെ കണ്ടോ. ഇത് ഈ ഫ്ലൈ ഓവർ വന്നോണ്ട് നല്ല സൗകര്യമായി. ട്രാഫിക് ഇല്ലാതെ ഇപ്പോ. നമ്മുടെ തിരുവിതാംകൂറിന്റെ മഹാരാജാവായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ പേരിലാണ് ഈ മാർത്താണ്ഡം അറിയപ്പെടുന്നത്. 1956 നവംബർ 1 കേരളപ്പിറവിയുടെ അന്നാണ് ഈ മാർത്താണ്ഡം തമിഴ്നാടിന്റെ ഭാഗമായി മാറിയത്. അപ്പൊ നമ്മള് ഈ തവണ കൂട്ടാൻ വന്നേക്കുന്ന ആള് ഇതാണ്. കഴിഞ്ഞ തവണ കുറുമ്പനെ കൂട്ടാൻ വന്നപ്പോ ചെറുതായിട്ടൊന്ന് നോക്കി ഓട്ടോ ഇട്ടിട്ട് പോയി. അതെ കണ്ടിട്ട് പോയതായിരുന്നു. നേരം കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് വന്ന. അപ്പൊ അന്ന് ഓടിച്ചു നോക്കാനൊന്നും പറ്റിയില്ല. ഇല്ലില്ല, കണ്ടേച്ച് പോയോളൂ. എങ്ങനെയുണ്ട്? കൊള്ളാം, അടിപൊളിയാ. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ഒരാളും കൂടെ എത്തുകയാണ്. എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. ഓടിക്കാനൊക്കെ നല്ല ഒരു സൈഡിൽ നിന്ന് കൂടുന്നുണ്ട്, പക്ഷെ ഒരു സൈഡിൽ നിന്ന് കുറയുന്നുണ്ട്. കുറുമ്പനെ പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും പോകാവുന്ന ഒരു വണ്ടി ഇത്. എല്ലാവർക്കും പോകുന്ന വണ്ടിയാ. നല്ല കാറ്റൊക്കെ കൊണ്ടുപോകാം. അത് ശരിയാ. എന്നാന്ന് വെച്ചാൽ എടുത്തോണ്ട് പോകുമ്പോൾ ഇപ്പൊ AC ഇല്ലെങ്കിലും ബുദ്ധിമുട്ടില്ല. വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കാറ്റുണ്ട്. അതുകൊണ്ട് വലിയ ചൂടും തണുപ്പും കാറ്റും മഴയൊക്കെ ആസ്വദിച്ച് വേണേലും പോവാം. അതാണ്. മഴ ആയിരിക്കും ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത്. മഴ എന്താണ് ചൂടായിരിക്കും ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത്. ചൂട് വണ്ടി ഓടുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. നല്ല കാറ്റടിച്ചോണ്ട് കാറ്റടിക്കും. ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴേ ചെറിയ ചൂടുണ്ടാവുള്ളൂ. ലോറിക്കകത്താകുമ്പോ അധികം കാറ്റടിച്ച് കയറിയല്ലോ. ഇത് പുറത്തുനിന്ന് നല്ലപോലെ കാറ്റ് കയറിക്കോളൂ അകത്തോട്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. നല്ല എയർ സർക്കുലേഷൻ ആണ്. അതെ. പക്ഷെ ഇത് നമ്മുടെ അവിടെ കുറെ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു തിരുവനന്തപുരം സൈഡ്. പക്ഷെ ഈ വണ്ടി ഞങ്ങള് വന്ന് നോക്കി കഴിഞ്ഞപ്പം ഞാനും മുത്തും പൊന്നും കൂടെ അന്ന് വന്നേ. നേരെ ഇത് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം പണികളെല്ലാം തീർത്ത് നല്ല പെയിന്റ് ഒക്കെ ചെയ്ത് ഇട്ടേക്കായിരുന്നു. അപ്പൊ ഇത് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന്റെ ട്രക്കറിന്റെ ലേറ്റസ്റ്റ് മോഡലാണ്. പുഷ്പക് എന്ന് പറയും ഇതിന്. മറ്റേ ട്രക്കർ വേറെ. അത് ഈ ബോണറ്റിന് ഇവിടെ കൊണ്ട് നമുക്ക് മനസ്സിലാവും. മറ്റേ ബോണറ്റ് ഇങ്ങനെ ഇച്ചിരി ചതുരത്തിലാണ് വരുന്നത്. ഇത് ഇച്ചിരി മോഡലുള്ള വണ്ടിയാണ്. ഇത് 2004 വണ്ടിയാണ്. ഇതിന് പുഷ്പക് എന്നാ പറയുന്നത്. നമ്മളെ ട്രക്കറിനെ പറയുള്ളൂ. അപ്പം അംബാസഡറിന്റെ എഞ്ചിനും ഒക്കെ അംബാസഡറിന്റെ ഈ ഒരു മോഡൽ അത്രേ ഉള്ളൂ. വണ്ടി അംബാസഡർ പോലെ തന്നെ എഞ്ചിനും അതൊക്കെ ഏതാ നമ്മുടെ പുഷ്പക വിമാനം. അതെ, ഇനി അങ്ങോട്ട് നമ്മുടെ പുഷ്പ വിമാനം ഇത്. അപ്പം ഇതിനൊരു യാത്ര ഒരു പ്രത്യേക ഒരു ഇതായിരിക്കും. നല്ല യാത്ര സുഖമൊക്കെയാണ്. ഞാൻ ഓടിച്ചു നോക്കിയായിരുന്നു. ഇത് കുഴപ്പമില്ല. എന്താ റേഞ്ച് ഒന്നും അല്ല. റേഞ്ചിലൊക്കെ ഓടാൻ ഇച്ചിരി വലിയൊക്കെ കുറവുണ്ടായിരിക്കും. പിന്നെ ഇത്രയും പ്രായമായില്ലേ. ഏറ്റുമാനൂരിന്ന് പിന്നെ കോട്ടയത്തിനൊക്കെ പോവാം ചിമ്മ. അതാണ് നമ്മുടെ ഉദ്ദേശം. പിന്നെ വാഗമണ്ണൊക്കെ കയറിപ്പോ ഇടയ്ക്ക് മഴയും മഞ്ഞൊക്കെ ഉള്ള സമയത്ത് നല്ലതായിരിക്കും. ഓഫ് റോഡൊന്നും പോകാൻ പറ്റില്ല. നല്ല വഴി മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ല കേട്ടോ. ഓടിക്കാൻ നല്ല സുഖമുണ്ട്. മൊത്തം ഓടിച്ചില്ലോ? ഓടിച്ചോ. ഓടിക്കാനൊക്കെ നല്ല സുഖമാണ്. കുഴപ്പമില്ല. പവർ സ്റ്റിയറിംഗ് ഒന്നും അല്ല. പക്ഷെ എന്നാലും സ്റ്റിയറിംഗ് ഒന്നും വലിയ കട്ടിയൊന്നുമില്ല. പിന്നെ ടയറൊക്കെ പഴയ ടയറൊക്കെ. ഇതൊക്കെ നമുക്ക് മാറണം. നല്ല ടയർ ഇട്ടാ ഇച്ചിരി സുഖം കിട്ടും. ഇതൊക്കെ പഴയ ഇതുണ്ടല്ലേ, കട്ട ചെയ്ത ടയറും ഒക്കെ ടയറൊക്കെ. പിന്നെ കുറച്ച് എന്തെങ്കിലും വേറെ പാച്ച് വർക്കും അങ്ങനെയുള്ള വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല സാധാരണ ഈ അംബാസഡറിന് ഏറ്റവും കൂടുതൽ തകിടിനെ പണി വരുന്നത് ബോഡിക്ക്. ഇപ്പോഴും കംപ്ലൈന്റ്. ഇത് പിന്നെ അതെല്ലാം ഇവർ ചെയ്താ, ഒരുവിധം പണി ചെയ്താ. അപ്പൊ ഈ വണ്ടിയുടെ ആൾക്കാർ ഇതാണ് പ്രബിന്റെ ആണ് വണ്ടി. അപ്പം പ്രബിന് ഇവിടെ മാർത്താടൻ തന്നെയുള്ള അത്യാവശ്യം വണ്ടി കച്ചവടമൊക്കെ ചെയ്യുന്ന ആളാ. അജ്മൽ അല്ല ഇത്? അജ്മൽ. അപ്പൊ അന്നാട്ടെ വിളിച്ച് ഇവിടെ വന്നപ്പം ആളെ ഒന്നും കണ്ടില്ല. വണ്ടി മാത്രം കണ്ടു. അവിടുന്ന് ഫോൺ നമ്പർ കിട്ടി. അപ്പൊ ഇങ്ങനെ വിളിച്ച് സംസാരിച്ചു. ഇപ്പോഴാണ് ഞങ്ങൾ നേരിട്ട് കാണുന്നത്. അപ്പം ഒരു ചെറിയൊരു അഡ്വാൻസ് കൊടുത്തോളായിരുന്നു. പിന്നെ നമ്മുടെ ഫാമിലി മെമ്പറും കൂടെയാണ്. അതുകൊണ്ട് എല്ലാം പേപ്പറെല്ലാം റെഡിയാക്കി വെച്ചു. NOC വരെ എടുത്തു വെച്ചു. ബാക്കിയൊക്കെ പേയ്മെന്റ് ഒക്കെ ഇപ്പോഴാണ് കൊടുത്തത്. കാണാതെ തന്നെ.
അങ്ങനെ അപ്പം ഇവിടെ ഇല്ലായിരുന്നല്ലേ, ചെന്നൈയിലായിരുന്നു. ആ, ഇടയ്ക്ക് ചെന്നൈയിലായിരുന്നു. അപ്പം അതുകൊണ്ട് കാണാൻ പറ്റിയില്ല. അപ്പം അങ്ങനെ ബാക്കി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോ നമുക്ക് വണ്ടി എടുത്തല്ലോ. അപ്പം ഒരുപാട് സന്തോഷം. ഓക്കെ ഓക്കെ. ആ, ഓ അത് ശരി, കേയുടെ കൂടെ. ശരി, അപ്പം ഇനി ഇതിലെ വരുമ്പോ ഒക്കെ കാണാം. അതുവഴിയൊക്കെ വരുവാണെങ്കിൽ വിളിക്കുക. അതെ, കോട്ടയം വഴിയൊക്കെ വരുവാണെങ്കിൽ വിളിക്കുക. എന്റെ ഒരു തൃപ്പരപ്പാണ്, വാട്ടർഫാൾസ് പക്കത്തിൽ വന്നാലും വിളിക്കാം. എവിടെ? അരുവി വാട്ടർഫാൾസ് ഉണ്ട്. ആ, ഇവിടെ അരുവി വാട്ടർഫാൾസ് പറയും. ഇവിടെ അടുത്ത അവിടെ അവിടെ ഒരു 20 കിലോമീറ്റർ ഞാൻ അങ്ങോട്ട് വരുന്ന കാര്യം. വാട്ടർഫാൾസ് പക്കത്തെ എന്റെ വീട്. ആ ശരി. ഇതിലേക്ക് ഇനി കറങ്ങാൻ പിന്നെ വരുന്നുള്ളൂ. ഇപ്പൊ ഇത് ഈ ഒരു ആവശ്യത്തിന് വന്നായോണ്ട് വിളിച്ചാൽ മതി. ആ ഓക്കെ ഓക്കെ, നമ്പർ ഉണ്ടല്ലോ. ഓക്കെ. മഴയൊക്കെ പെയ്തിട്ട് വരല്ലേ? മഴയൊക്കെ പെയ്തല്ലേ വെള്ളച്ചാട്ടത്തിലൊക്കെ വെള്ളമില്ല, വെള്ളമില്ല. വാട്ടർഫാളിലൊന്നും വെള്ളം ഉണ്ടാവില്ല. ഉണ്ടോ? മഴ പെയ്തില്ലോ, നല്ല ചൂടല്ലോ, വെയിലും. ഇവിടെ അടിക്കടി മഴ പെയ്യും അല്ലേ? ഐശ്വര്യമായിട്ട് അങ്ങ് എടുത്തോ വണ്ടി. അതെ. ഇതിലേ ഒരു വ്യത്യാസമുണ്ട്. എന്നറിയോ? സ്വിച്ച് ഓൺ ആക്കിയിട്ട് ശാലനേരം ഹീറ്റർ ഇങ്ങനെ ഞെക്കി പിടിക്കണം. ഹീറ്റർ ഉണ്ട്. അത് ഓടിക്കൊണ്ട് നിർത്തുമ്പോ ഒന്നും വേണ്ട, തണുത്ത് കിടന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോ ഇങ്ങനെ എന്നിട്ട് വേണം ചൽപ്പടിക്കാൻ. തണുത്ത് കിടക്കുമ്പോ എഞ്ചിൻ തണുത്തിരിക്കുമ്പോ ഹീറ്ററൂടെ കഴിച്ചിട്ട് വേണം. ഹീറ്റർ ഒരു ശാലം നേരം നീക്കി പിടിക്കണം. പഴയ മോഡല്. പിന്നെ അനുഭവിക്കില്ല കേട്ടോ, ഗിയറിലായിട്ട് നിർത്തണ്ടേ. സീറ്റ് ബെൽറ്റ് ഒക്കെ ഇപ്പൊ സീറ്റ് ബെൽറ്റ് ഒക്കെ ഉണ്ട് ഇതിന്റെ. അതിങ്ങനെ പക്ഷെ അത് ഈ പറഞ്ഞ പോലെ പെടലിക്ക് തോന്നല്ലോ. വായിച്ചല്ലേ കിട്ടെ? ആ ഇല്ല, കുഴപ്പമില്ല. ഇത് എത്ര ഗിയർ ഉണ്ട്? ഗിയറോ 4 ഗിയർ, 1 റിവേഴ്സ്, 5 ഗിയർ. അങ്ങനെ അവര് പറഞ്ഞത്. അല്ല, ഞാൻ പറയട്ടെ, ഞാനിത് ഓടിച്ചു നോക്കിയായിരുന്നു. അങ്ങോട്ട് പോയി ആദ്യം ഞാനൊന്ന് ഓടിച്ചിട്ട് വന്നു. ഓടിച്ചിട്ട് വന്നപ്പം ഞാൻ 5 ഗിയർ മുന്നോട്ടും റിവേഴ്സും ഇട്ടായിരുന്നു. അപ്പൊ ഒരു ഗിയർ കാണത്തില്ല. അതേതാണ് ഓടിക്കാൻ ആശാനെ എന്നിട്ട് ഞാൻ റീസ് അടിക്കാനും ഇതിന്റെ ഹെഡ്ലൈറ്റ് ഇച്ചിരി കത്തുന്നില്ലായിരുന്നു. അത് കാണിക്കാൻ വേണ്ടി ആശാനെ പറഞ്ഞു വിട്ടു. ആശാൻ ഒരു ഗിയർ ഇട്ടില്ല, 4 ഗിയർ ഇട്ടില്ല. ഞാൻ അവരോട് ചോദിച്ചു എത്ര ഗിയർ ഉണ്ടെന്ന് ചോദിച്ചു. 4 ഗിയർ റിവേഴ്സ്, 5 ഗിയറാന്ന് പറഞ്ഞു. അത് തന്നെയല്ല, ഇതല്ലേ ഗിയറൊന്നും ഇല്ലാത്തതുകൊണ്ട് നോക്കിയാലും അറിയത്തില്ല. അത് നോക്കേണ്ട കാര്യമില്ല. റിവേഴ്സ് ഉൾപ്പെടെ 6 ഗിയർ. അപ്പൊ ചേട്ടാ ഇതിനു മുമ്പ് ഇത് ഓടിച്ചിട്ടുണ്ട്? ഇല്ല, ഓടിച്ചില്ല. ഞാൻ ആദ്യമായിട്ട് ഓടിക്കുന്നത്. ഞാനും ആദ്യമായിട്ട് ഓടിക്കുന്നത്. നമ്മൾ അവിടെ വേറൊരു വണ്ടി ശകലം എടുത്ത് അത് മെയിൻ റോഡിലൊന്നും ഓടിച്ചില്ല, ചുമ്മാ ശകലം ഓടിച്ചോളൂ. അത് അത്ര ഓടിച്ചപ്പോഴേ എനിക്ക് മതിയായോണ്ട് കണിയാനായിരുന്നു 6 ഗിയർ ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിച്ചത്. അത് കണ്ടുപിടിച്ചല്ലേ, ഇത് ഓടിച്ച് ഗിയറിൽ ഇട്ട് നോക്കി, ഒരെണ്ണോട് ഉണ്ടോന്ന് നോക്കി. ഉണ്ടായിരുന്നു. പോയേക്കാം കേറിക്കോ. വണ്ടി കയറിക്കോ. ട്രിപ്പ് അടിക്കാൻ പോവാ. ഇനി നമുക്ക് കന്യാകുമാരി വഴി നേരെ അല്ലേ? കന്യാകുമാരി തെങ്കാശി വഴി നേരെ ഏറ്റുമാനൂർക്ക്. കന്യാകുമാരി എന്നിട്ട് നമുക്ക് കുറച്ച് ഇറങ്ങിയൊക്കെ പോവാം. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഓടിക്കാൻ നല്ല സുഖല്ലേ? ഓടിക്കാൻ സുഖ. ഇത് പവർ സ്റ്റിയറിംഗ് അല്ലെങ്കിലും അത് അങ്ങനെ തോന്നുന്നില്ല. അത്ര കട്ടിയില്ല, കുറച്ചുകൂടെ ഫ്രീയാ. കുറെ കാലമായിട്ടാ ഞാൻ ഈ ട്രക്കർ കാണുമ്പം ഒരു ട്രക്കർ കിട്ടിയാൽ കൊള്ളായിരുന്നു, ഓർത്തായിരുന്നു. അങ്ങനെ നമ്മള് കുറുമ്പൻ എടുക്കാൻ വേണ്ടിട്ട് തിരുവനന്തപുരത്തിന് വരുന്നത്. അവിടെ വന്നപ്പോ അതിന്റെ ഇഷ്ടം പോലെ ട്രക്കർ. നിറച്ച് ട്രക്കർ, നാട്ടിൽ കൂടെ പോകുന്ന എല്ലാം ട്രക്കർ. കുറുമ്പനെ കൂട്ടാൻ വന്നപ്പോ ഒരു കുറുമ്പിയെ കൂടെ കണ്ടു. അപ്പം അവിടുന്നല്ല, അത് കേരളത്തിലായിരുന്നു, ഇത് തമിഴ്നാട്ടില്. അങ്ങനെ ഞങ്ങള് ചുമ്മാ അവിടുന്ന് നേരം മാർത്താണ്ഡം വന്ന് വണ്ടി കണ്ടു കഴിഞ്ഞപ്പം ഇഷ്ടപ്പെട്ടു. അപ്പൊ പിന്നെ അങ്ങനെ പറഞ്ഞ് സെറ്റായി. കെട്ടിക്കൊണ്ട് പോവാ. അതെ, കല്യാണ വണ്ടി വായിക്കൊണ്ട് കേട്ടോ പണ്ടത്തെ. അല്ലേ? പണ്ട് സിനിമയ്ക്കകത്ത് കാണുമല്ലായിരുന്നോ? കല്യാണത്തിന് കൊണ്ടുവന്ന വണ്ടി വന്നിട്ട് അല്ലേ? കാറ്റ് കയറി ഇറങ്ങുന്നോണ്ട് ചൂട് അത്ര ഫീൽ ചെയ്യുന്നില്ല. ചൂടുണ്ടായില്ലല്ലോ? ചൂടില്ല എനിക്ക്. പക്ഷെ ഇവിടുന്ന് വെയിലടിക്കാൻ തുടങ്ങിയെന്ന്. അതാ ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് ചൂടില്ല. എന്നാ വെച്ചാൽ കാറ്റ് ഇങ്ങനെ കയറി ഇറങ്ങല്ലേ, മൊത്തം ഓപ്പൺ അല്ലേ. മഴ പെയ്യുമ്പോ ഇതിന്റെ അകത്തിരിക്കണം. മഴ പെയ്യാണെങ്കിൽ അടിപൊളിയായിരിക്കും. ചേട്ടാ, നിങ്ങൾ മറ്റേ ഇതിന്റെ ഐലക്സിന്റെ പുറകെ കയറുന്ന പോലെ ഒന്നും നിൽക്കണ്ട. ഈ സീറ്റായിരുന്ന തന്നെ മഴ നനയാം. ഇപ്പഴേ ഇനിയിപ്പോ ഏതൊക്കെയായാലും വണ്ടിക്ക് ഇച്ചിരി ഡീസൽ അടിക്കണം, നമുക്ക് എന്തെങ്കിലും കഴിക്കുകയും ചെയ്യണം. അപ്പൊ ഞങ്ങള് 4 പേരൂടെ ഈ വണ്ടിയിലേക്ക് പോകുന്നു, നമ്മുടെ പുഷ്പക വിമാനത്തിൽ പോകുന്നു. അപ്പം രാജേഷ് പുറകെ കാരവണ്ടിയും കൊണ്ട് വരുന്നുണ്ട്. പൊന്നുകുട്ടിയെ കൊറേ നാളായിട്ട് വണ്ടി ചോദിക്കുന്നല്ലേ, നമുക്ക് ഇതങ്ങ് പൊന്നുകുട്ടിക്ക് കൊടുത്താലോ? അതെ, ഇത് പൊന്നുവിന് വേണ്ടിട്ട് മേടിച്ചാ. അത് വെറുതെ ഇതാകുമ്പോ ടൂ വീലറിന് പോകുന്ന പോലെ കാറ്റും മഴയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റും. അച്ഛ പറഞ്ഞ പോലെ 4 വീലുണ്ട് താനും. അച്ഛന്റെ ടെൻഷനും മാറി. കറക്റ്റാ. പക്ഷെ ടൂ വീലർ അല്ലല്ലോ. അപ്പോഴേ അതില് നോക്കിയില്ല പേരാരുടെയാന്ന്? ഇല്ല, ഇത് അച്ഛയുടെ പേരിലെടുത്താണ്. എന്റെ പേരിലൊന്നുമല്ല. അതെ. എന്നാ അത് നോക്കിയിട്ട് പറഞ്ഞാ മതിയേ.
ഒന്നും ഈ വണ്ടി നമ്മൾ കണ്ടയച്ച് പോയപ്പോ ഉണ്ടല്ലോ പുത്തായി അങ്ങോട്ട് ചെന്നപ്പോ എന്നോട് പറഞ്ഞു ഈ വണ്ടി എന്റെ പേര് മേടിച്ചാൽ മതി എന്ന് പറഞ്ഞു. ശരിയെന്ന് ഞാൻ പറയുകയും ചെയ്തു. ചുമ്മാ കള്ളത്തിന് അതൊന്നും അല്ല, NOC എടുത്ത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞായിരുന്നു പറ്റുകയാണെങ്കിൽ ഇത് എന്റെ പേരിൽ എടുക്കാൻ. അപ്പൊ ഇത് തക്കലയാ, തക്കല. ഇവിടുന്ന് അടുത്ത് തന്നെയാ നമ്മുടെ പത്മനാഭപുരം പാലസ്. പണ്ട് നമ്മൾ പോയതാ, ഓർക്കുന്നുണ്ടോ? പിന്നെ അല്ല, സൂപ്പർ പാലസ് ആയിരുന്നു. ഒത്തിരി വർഷം മുന്നെയാ. KSRTC ബസ് KSRTC അല്ല, സോറി മാറിപ്പോയി. KSRTC മൈൻഡ് കിടക്കുന്നത് ഇവിടെ TNSTC ആ, തമിഴ്നാട് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. അതെനിക്ക് അറിയായിരുന്നു. ഞാൻ പിന്നെ പറഞ്ഞ് ശീലിച്ചുകൊണ്ട് പെട്ടെന്ന് KSRTC എന്ന് പറഞ്ഞ. ഇവിടുന്ന് പത്മനാഭപുരം പാലസിലേക്ക് 2 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ഈ ലെഫ്റ്റ്. അതെ, അത് ഞങ്ങള് റൈറ്റ് എന്നാ പറയുന്നത്, ലെഫ്റ്റ് എന്ന് ഞങ്ങള് പറയാറില്ല കേട്ടോ. വലത്തേക്ക് തിരിയുന്നതിന് റൈറ്റ് എന്നാ പറയുന്നത്. അതെനിക്ക് മാറിപ്പോകുന്നതിപ്പോ എന്തോ പറ്റി കുറച്ചു നേരമായിട്ട്. മൊത്തം അക്ഷര പിശാചാന്ന് പറയുന്നത്. ഈ പത്മനാഭപുരം പാലസ് തമിഴ്നാട്ടിലാണെങ്കിലും കേരള ആർക്കിയോളജി വകുപ്പിന്റെ കീഴിലത്. ആ വണ്ടിയിൽ ഇപ്പൊ ആരും ഇല്ല, ഡ്രൈവർ മാത്രമേ ഉള്ളൂ. അതെ, നമ്മുടെ പശ്ചിമഘട്ട മലനിരകളായി കാണുന്നത്. അപ്പൊ കന്യാകുമാരി നിന്നാണ് ഈ പശ്ചിമഘട്ട മലനിരകൾ ആരംഭിക്കുന്നത്. കുറുമ്പനം കൊണ്ട് പോയപ്പോഴേ ഭയങ്കര ചൂടായിരുന്നു. അത് ഗ്ലാസ് അല്ല ഇട്ട് കാറ്റ് കയറാൻ ഇട കുറവല്ലേ, ഇത് ഫുള്ള് ഓപ്പൺ അല്ലേ? ഫുള്ള് ഓപ്പൺ. അതുകൊണ്ട് വെളി ചൂടാണെങ്കിലും കുഴപ്പമില്ല, വണ്ടി ഓടുമ്പോ സുഖം. എന്തുകൊണ്ടും മുമ്പേ നമ്മള് ഓടിച്ചു നോക്കാൻ പോയില്ലേ, ഞാനും അച്ഛയും അമ്മയും കൂടെ. അപ്പൊ അമ്മ പറയും ഇതിന്റെ അകത്ത് ഭയങ്കര ചൂടാണ്. അപ്പൊ ഞാൻ പറഞ്ഞോളൂ, അപ്പൊ കുറുമ്പനകത്ത് വന്നിരുന്നെങ്കിൽ എന്താ അവസ്ഥയെന്ന്. ആ ചൂട് അറിയാഞ്ഞോണ്ടാ. വന്നില്ലല്ലോ. അല്ല, ഇപ്പൊ ഒരു കാര്യമുണ്ട്, എന്നാണേലും പഴയ വണ്ടിയെല്ലാം ഓടിച്ചു പഠിച്ചു. അതുകൊണ്ട് നല്ല ബാലൻസ് ആയി പഴയ വണ്ടി എടുക്കാൻ. അതാ സ്റ്റാലിൻ ഓടിച്ചോടുകൂടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബാലൻസ് ആയത്. അല്ലെങ്കിൽ നല്ല വണ്ടി, പുതിയ വണ്ടി മാത്രം ഓടിക്കുന്നോണ്ട്. നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും തിരുവനന്തപുരത്ത് വരുന്നിടം വരെയും കന്യാകുമാരിക്ക് പോകണമെന്ന് ഒരു പ്ലാനേ ഇല്ലായിരുന്നു. പെട്ടെന്ന് എന്നാ പിന്നെ കന്യാകുമാരി പോയേക്കാൻ തീരുമാനിച്ചു. പെട്ടെന്ന് ദൂരെ കിലോമീറ്റർ ബോർഡ് കണ്ടപ്പോഴേ കുറച്ചേ ഉള്ളു, എന്നാ പിന്നെ പോയിട്ട് വരാൻ നോക്കി. ഈ വഴിയിലെല്ലാം ഇഷ്ടം പോലെ ചക്കയുണ്ട് കേട്ടോ. ചക്ക പഴം കേട്ടോ. അതെല്ലാം പഴവാ. ഇവിടുന്ന് അങ്ങോട്ടേ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ആ പാലസ് വേണേ പോവായിരുന്നു. ആഴിമലയുണ്ട്, ബീച്ചുണ്ട്, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. വിഴിഞ്ഞം പോർട്ടുണ്ട്, ശംഖുമുഖം ഉണ്ട്, കോവളമുണ്ട്, അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ കറങ്ങാൻ വന്ന അല്ലാത്തതുകൊണ്ട് നമ്മുടെ വണ്ടി എടുത്ത് നേരെ ഇങ്ങനെ കറങ്ങി അങ്ങ് പോവാ. കറങ്ങാൻ അല്ലാത്തോണ്ട് കറങ്ങി അങ്ങ് പോവാ. അതെ, അത്രേ ഉള്ളൂ. അത് തന്നെയല്ല, വേറൊരു ആവശ്യം കൂടെ ഉണ്ട്. വേറൊരാളെയും കൂടെ എനിക്ക് കാണാനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിലാ ഇങ്ങനെ പോകുന്നത്. എന്നാ വേണ്ടെന്ന് പറ. എനിക്ക് ഒരു കരിക്ക് ഇളനീരൊന്ന്. എനിക്കാ പനന്തൊങ്ക് വേണോ കരിക്ക് വേണോ? പനന്തൊങ്ക്. അല്ല, വയറ് നിറയില് കരിക്ക് കുടിച്ചു കഴിഞ്ഞാൽ ചോറിനുണ്ടേ. അതാ ഞാൻ ചോദിച്ചേ. മധുരം ഉണ്ടോ? നിർത്തി, കറക്റ്റ് കണ്ടു. ഇങ്ങോട്ട് വരെ. അതൊക്കെ കൊച്ചിച്ച കറക്റ്റ് നിർത്തും. എങ്ങനെയുണ്ട്? നല്ല കുഴപ്പമില്ല, ഒത്തിരി മധുരം ഇല്ല, പക്ഷെ നല്ലതാ. ഇതിന് ഈ പനനങ്കിന്റെ തന്നെ മധുര. ഇന്നാളെ അടുത്ത് കഴിച്ചാൽ ഭയങ്കര മധുരായിരുന്നു. ഒരു മധുരം ചേർത്ത അതാ. എല്ലാ വീഡിയോയും കാണുന്നത്. എവിടെ താമസിക്കുന്നത്? മക്കളുമായിട്ടുള്ള വീഡിയോയും കണ്ടതാ. എവിടെ വീട്? എവിടെ? ഞങ്ങളെ വീട് കുളച്ചൽ. എന്നാണല്ലോ ഇതേ നല്ല യാത്ര സുഖമല്ലേ? യാത്രാ സുഖ, ഓടിക്കാനും സുഖാ വണ്ടി. ഓടിക്കാനും നല്ല സുഖമാ, നല്ല ഒടിവും ഉണ്ട്. നല്ല ഒടിവുണ്ട്. നിർത്തിയിട്ടേക്കുവാണെങ്കിലും കുഴപ്പമില്ല. ചൂടില്ലല്ലേ? ചൂടില്ല. കാറ്റ് ഇങ്ങനെ കേറി ഇറങ്ങി പോകുന്നുണ്ടല്ലോ. ഇവിടെ ചെറിയ കാറ്റും ഉണ്ട്, അതുകൊണ്ടാ. പണ്ട് കന്യാകുമാരി വരെ നമ്മുടെ കേരളത്തിന്റെ ഭാഗങ്ങളായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ രാജ്യത്തെ ഭാഷയുടെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചപ്പോഴാണ് ഇത് തമിഴ്നാടിന്റെ ഭാഗമായി തീർന്നത്. അപ്പം പാലക്കാട് നേരം തമിഴ്നാടുമായിരുന്നു, പാലക്കാട് കേരളത്തിലേക്ക് എടുത്തു. ഈ കന്യാകുമാരി ഭാഗത്തുള്ളവരൊക്കെ സംസാരിക്കുന്നത് തമിഴാണല്ലോ, അപ്പൊ അതുകൊണ്ടാണ് തമിഴ്നാടിന്റെ ഭാഗമായത്. അതുപോലെ തന്നെ പാലക്കാട് സൈഡിലുള്ളവരെല്ലാം മലയാളമാണ് സംസാരിക്കുന്നത്, അതുകൊണ്ട് ഇത് കേരളത്തിന്റെ എല്ലാവരും അല്ല, കൂടുതൽ ആൾക്കാരും. പിന്നെ ഇവിടെ ഉള്ളവർക്ക് എല്ലാം തമിഴും മലയാളവും അറിയാം. എന്നാ രസം നോക്കിയേ, അങ്ങോട്ട് നോക്കിയേ. ഇവിടെ താഴെ ഒരു താമരപ്പൊയ്കയുണ്ട്. താമരപ്പൊയ്കയിൽ താമര മൊട്ടുണ്ട് കേട്ടോ, പൂവുണ്ട് സൈഡില്. പൂവൊക്കെ പറിച്ചോണ്ട് പോയതായിരിക്കും ചിലപ്പോ. അതേപോലെ തന്നെ വേറൊരു സൗകര്യം ഉണ്ട് ഈ വണ്ടിക്ക്. ഇവിടെ ഇരുന്ന് വീഡിയോ എടുക്കാൻ നല്ല സുഖമാ, എങ്ങോട്ട് തിരിച്ചാലും പ്രേമ. ചുറ്റിനും ഗ്ലാസ് ഇല്ല, ഡോറും ഇല്ല, ഒന്നുമില്ല. 4 സൈഡിലേക്കും മുന്നോട്ടെടുക്കാം, സൈഡിലേക്ക് എടുക്കാം, ബാഗിലേക്ക് എടുക്കാം. ഇങ്ങോട്ടൊക്കെ ഹൈവേയുടെ പണി നടക്കുന്നേ ഉള്ളൂ. എന്നാലും ഒറ്റ മല നേരെ അല്ലേ? ഈ വെസ്റ്റേൺ ഗാർഡ്സ് അതിനെ കന്യാകുമാരി തൊട്ട് ഗുജറാത്ത് വരെ ഉണ്ട്.
അതെ ഈയിടെയല്ലേ ഒരു മാസമായിട്ട് നമ്മള് വെസ്റ്റേൺ ഗാർഡ്സിൽ കൂടെ തന്നെ അല്ലായിരുന്നോ? അതെ അതെ. ഒന്ന് ബോംബെക്ക് പോയി, പിന്നെ കർണാടകയിൽ കൂടെ പോയി. നാഗർകോയിൽ സിറ്റി മുനിസിപ്പൽ കോർപ്പറേഷൻ വെൽക്കംസ് യു. ഇവിടെ ചെറിയൊരു ലേക്ക് ഉണ്ട്. നല്ല പ്രകൃതി സുന്ദരമായ സ്ഥലങ്ങളല്ലേ? അതെ അതെ. ഇതേ നമ്മളിപ്പോ നാഗർകോവിൽ എടുക്കാറായി. അതിന്റെ ഇതിലെ നേരെ കയറി പോയാൽ തിരുനെൽവേലിയും ഒക്കെ പോവാം. നമുക്ക് ഈ താഴെക്കൂടെ ഇറങ്ങി പോവാം. എല്ലാം കഴിക്കുകയും ചെയ്യണ്ടേ? ലെഫ്റ്റ് ഇറങ്ങട്ടെ? ആ, NH47. NH47 അല്ല, അത് പഴയ ബോർഡാ. അത് NH66. നമുക്ക് വേണേലേ ആ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ളടത്ത് പാർക്ക് ചെയ്തിട്ട് ഇതേ പോവാൻ കഴിക്കാൻ. അതായിരിക്കും നല്ലത്. ആ കാരവൻ കൊണ്ട് എല്ലായിടത്തും പാർക്ക് ചെയ്യാൻ പറ്റിയല്ലോ. മോളിൽ കൂടെ എലിവേറ്റഡ് ഹൈവേ, അതുകൊണ്ട് താഴെ എന്നെ തണലാന്ന് നോക്കി. ഇവിടുന്ന് റൈറ്റ് അല്ലേ? ആ, കന്യാകുമാരി റൈറ്റാ. കന്യാകുമാരി റൈറ്റാ. കട ഏതായാലും നോക്കണം. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, അടിപൊളി. യാത്ര എങ്ങനെയുണ്ട്? യാത്രയൊക്കെ നല്ല സുഖം, നല്ല കാറ്റോട്ടമായിട്ടിരിക്കാം. കാറ്റൊക്കെ കൊണ്ട് നല്ല അടിപൊളി. കന്യാകുമാരി 21 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷെ ആ വണ്ടി ഇങ്ങോട്ട് എടുത്തോണ്ട് വരായിരുന്നു കേട്ടോ. അവിടെ കട കണ്ടില്ല. ഇനിയിപ്പം വണ്ടി എടുക്കാൻ തിരിച്ച് ഡ്രൈവർ നടന്നു പോകണമല്ലോ. വെയിലൊക്കെ കൊണ്ടല്ലേ? ഡ്രൈവർ നടക്കത്തൊന്നുമല്ല, ഡ്രൈവർക്ക് കാലിന് വേദനയാ. അത് നടക്കുമ്പോ മാറിക്കോളൂ. അങ്ങനല്ല, ആശാനായതുകൊണ്ട് ഞാൻ ആ ഒരു പരിഗണന കൊടുത്ത് കൊണ്ടേ വിടുന്നതായിരിക്കും. അത് ശരി. അതെ, മീൻകറി ഊട്ടി ഊണം. മീൻകറിയുടെ ചാറ് ഇത് കേട്ടോ. മീൻ വറുത്തതൊക്കെ വരുന്നേ ഉള്ളൂ. ഒത്തിരി മീൻ വിഭവങ്ങളൊന്നുമില്ല ഇവിടെ. ഒരു മീനേ ഉള്ളെന്നോ. അതെ, കേര മീൻ വറുത്ത. ഇത് പിന്നെ ഇഞ്ചിക്കറി പോലുണ്ട്. ഇത് ഒരു പീസ് മതിയായിരുന്നു. മീൻ്റെ ആളല്ലേ ഇത്? മീൻ വറുത്ത കഴിച്ചാൽ മതി, വയറ് പറയും. മീൻ കറിയുണ്ടോ? ഇല്ല, നല്ലതാണ് മീൻ കറി. നല്ല മീൻ കറിക്കുണ്ടല്ലോ നമ്മുടെ അവിടെ ഈ ഉണക്കമീൻ കറി വെക്കില്ലേ, ആ ഒരു ടേസ്റ്റ്. പക്ഷെ പച്ചമീനാ. മുരിങ്ങക്കോലിട്ട മീൻ കറി ചെയ്ത്. അപ്പൊ എല്ലാരും മീൻ കൂട്ടിയുള്ള ഊണ് വേണമെന്ന് പറഞ്ഞായിരുന്നു. മീൻ തിന്നും അടുത്ത് പോയി അല്ലേ? അതെ അതെ. അയ്യോ, 2 വലിയ കഷ്ണം മീനായിരുന്നു. മുഴുവൻ കഴിച്ചില്ല. ഞാനും കൊച്ചായും കൂടെ ഇത്തെ വരാം. ആണോ? നിങ്ങൾ ഈ വണ്ടിയും കൊണ്ട് പോരെ? ഞങ്ങളതേ വന്നേക്കാം. ആ. ഒരാള് തന്നെ പോകുമ്പോ ഒരു മടുപ്പല്ലേ? അതെ അതെ, അതുകൊണ്ട് കമ്പനിക്ക് ഒരാളെ കൂടെ പറഞ്ഞു. മോളോട് വർത്താനമൊക്കെ പറഞ്ഞു നോക്കോളൂ. നമുക്ക് അസ്തമയം ആകുമ്പോഴത്തേനും കന്യാകുമാരി ചെല്ലണ്ടേ? അസ്തമയാകുമ്പത്തേക്ക് ചെല്ലും. 6:45 അസ്തമയം കാണിക്കുന്നത്. സമയം 4:45. 20 കിലോമീറ്റർ അല്ലേ ഉള്ളൂ. 20 കിലോമീറ്ററേ ഉള്ളൂ. അങ്ങോട്ട് ചെല്ലണ്ടേ? ഈ തൊട്ടപ്പുറേ നാഗർകോവിലിന്റെ ഭാഗം തന്നെ ഇത്. പാർവതിപുരം എന്ന് പറയും ഈ സ്ഥലപ്പേര്. ഇവിടെ നോക്കുമ്പോ മേളത്തെ ഫ്ലൈ ഓവർ തന്നെ ചെറുതാ. പക്ഷെ വലിപ്പമുണ്ട്. നമ്മളിപ്പം ഇന്ത്യയുടെ സദേൺ എൻഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും താഴെ ഭാഗം. കന്യാകുമാരിയിലേക്ക്. അതെ, കടലിനടുത്തേക്ക്. നമുക്കേ കന്യാകുമാരിന്ന് കാശ്മീരിലേക്ക് അങ്ങ് പോയാലോ? കന്യാകുമാരി കാശ്മീരിൽ പോവാലോ? 21 കിലോമീറ്റർ കന്യാകുമാരി. മരങ്ങൾ നിൽക്കുന്നിടത്ത് എന്നെ തണലാന്ന് നോക്കി. അത് നല്ല രസമാണ്. മരം നിൽക്കുന്നിടത്ത് വരുമ്പോ നല്ല ഒരു തണുപ്പ് തൊട്ട്. നോ എൻട്രിയാ നേരെ. ഇതിലേക്ക് ഇറങ്ങി വേണം. വൺവേയാ. നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ജില്ലയാണ് നാഗർകോവിൽ. അല്ല, കന്യാകുമാരി. കന്യാകുമാരി ഡിസ്ട്രിക്ട്. അതെ. ഈ നാഗർകോവിൽ വരുമ്പോഴെല്ലാം ഞാൻ ഓർക്കുന്നത് എന്നാ, പണ്ടൊക്കെ ഈ നാഗർകോവിലിൽ നിന്ന് ഒത്തിരി ആൾക്കാര് മേസ്തിരിപ്പണിയായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായിരുന്നു. കേരളത്തിന്റെ മുക്കും മൂലയിൽ എല്ലാം ഉണ്ടായിരുന്നു നാഗർകോവിലുകാര്. പക്ഷെ ഇപ്പൊ അത്ര ഇല്ല. പണ്ട് ഈ നാഗർകോവിലും പരിസര പ്രദേശങ്ങളും ഒക്കെ നാഞ്ചിനാടെന്ന് അറിയപ്പെട്ടിരുന്നത്. നാഞ്ചിനാട് തിരുവിതാംകൂറിന്റെ നെൽക്കലവറയായിരുന്നു നാഞ്ചിനാട്. ഇവിടെ ഒരുപാട് കൃഷിയൊക്കെ ഉണ്ടായിരുന്നായിരിക്കും. ഇപ്പോഴും കൃഷിയുണ്ട് ഇഷ്ടം പോലെ. ഔട്ടറിലേക്കൊക്കെ ഇപ്പോഴും ഇഷ്ടംപോലെ കൃഷി ഉണ്ടാവും. ഇഷ്ടംപോലെ കൃഷികളുണ്ട്. അതെ, അപ്പുറത്തൊരു ബോർഡ് ഉണ്ടായിരുന്നു, നാഞ്ചൽ ബസാർ. ഈ കാണുന്ന കോമ്പൗണ്ടിന്റെ അപ്പുറത്തായിട്ടുണ്ടായിരുന്നു നാഞ്ചൽ ബസാർ എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. നാഞ്ചൽ ബസാർ പണ്ട് തൊട്ടേ ഉള്ള ബസാറായിരിക്കും. ആ പഴയ പേരിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ആ ബസാറിന് പേരിട്ടേക്കുന്നത്. പബ്ലിക് വാഷ്റൂം ഒക്കെ ഉണ്ട്. പാർക്കാന്ന് തോന്നുന്നു. പാർക്ക്. അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ള ഒരു ടൗൺ ആണ്. കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ഒക്കെ ഒന്നിച്ചുള്ള ഒരു കൾച്ചറാ ഇവിടെ. നമുക്ക് ഇതുവഴി ഒന്നും ലോറിയും കൊണ്ട് വരാൻ പറ്റത്തില്ല അല്ലേ? ലോറി കൊണ്ട് വരാം. അപ്പുറം തിരിഞ്ഞു പോണം അവിടെ. ആണോ? അതെ, ഈ ലോറിയും കൊണ്ട് വന്ന നമുക്ക് പല സ്ഥലങ്ങളിലും പോകാൻ പറ്റിയല്ല. പ്രത്യേകിച്ച് ടൗണുകളൊന്നും പോകാൻ പറ്റില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പോയില്ലേ, നമ്മളിപ്പോ കാരവനും കൊണ്ട് പോയില്ലേ, അവിടെ ഒന്നും ലോറിയും കൊണ്ട് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളല്ല. എന്നാ വെച്ചാൽ അങ്ങോട്ടൊന്നും ലോഡും കിട്ടത്തില്ല. അങ്ങനെ ചെറിയ വഴിയിലൊന്നും പോകാനും പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ഇങ്ങനെയുള്ള വണ്ടികളാണ് നല്ലത്. പിന്നെ ടൗണുകളിലെല്ലാം നോ എൻട്രി ആയിരിക്കും. ടൗണിലൊക്കെ നോ എൻട്രി ആയിരിക്കും. നാഗർകോവിലേ വലിയൊരു ടൗണാണ്. അത്യാവശ്യം നല്ല ഒരു ടൗണാണ്. സൈക്കിളില് 3 കുടം വെള്ളമായിട്ട് പോകുന്നുണ്ടോ? ഒരു കുടം കൈ കൊണ്ട് പുള്ളി പിടിച്ചേക്ക് കണ്ടോ?
രണ്ടുകൂടെ എന്നാണെങ്കിലും പോവല്ലേ കെട്ടിയിട്ടേക്കുന്നുണ്ട്. വാഴിക വളമുടൻ നമ്മുടെ വണ്ടിയുടെ പുറകെ വളമുടൻ. വളമുടനോ? ആ വാഴുക വളമൂടൻ എന്നൊക്കെ പറഞ്ഞ വളമൂടനല്ല, പിന്നെ വളമൂടൻ. എനിക്ക് മനസ്സിലായില്ല. ഏത് വളമൂടാന്? വാഴിക ഓക്കെ, അത് കഴിഞ്ഞ് പറഞ്ഞെന്താ? വാഴിക വളമുടൻ. വളമൂടൻ. ആ പിന്നെ സന്തോഷത്തോടെ ജീവിക്കട്ടെ ആ എന്നൊക്കെ ദിനാൽ വാഴട്ടെ എന്നൊക്കെ പറയല്ലേ. ഇതില് യാത്ര ചെയ്യാൻ നല്ല സുഖം അല്ലേ? യാത്ര ചെയ്യാൻ നല്ല സുഖം. രാത്രിയാണെങ്കിൽ കുറച്ചുകൂടി സുഖം, കാറ്റൊക്കെ എല്ലായിടത്തും നല്ല തണുത്ത കാറ്റ് വരുന്നു. ടൗണിലെ വഴിയെല്ലാം ചെറിയ വഴിയല്ലേ? ഇതൊക്കെ പഴയ വഴിയല്ലേ. ബൈപ്പാസ് ഇനിയിപ്പോ പുതിയ ഹൈവേ വരുമ്പം അതിലെ സൈഡിൽ കൂടല്ലേ പോകുന്നത്. പണി തീർന്നിട്ടില്ലെന്ന് തോന്നുന്നു. കുറെ പാലം ഒരെണ്ണം മറ്റേ വന്ന ഹൈവേ ഇല്ലേ, അത് തിരുനെൽവേലിയൊക്കെ പോകാനാണ് അതിന്റെ മുകളിൽ കൂടെ കയറിപ്പോ ഫ്ലൈ ഓവർ ടൗണിൽ കണ്ടില്ലേ. ഇതുണ്ടോ നല്ല വലിയ ലേക്ക്? വലിയ ലേക്കാ. നമ്മൾ ചെന്നൈക്ക് പോകുമ്പോഴും കാണത്തില്ലേ, അവിടെ അടുക്കാറാകുമ്പോ കുറെ ഇങ്ങനെ ലേക്ക് കാണാം, ഇഷ്ടം പോലെ വെള്ളമുണ്ട്. താങ്ക് യു, വിസിറ്റ് അഗെയിൻ. നന്ദി, വീണ്ടും വരിക. അങ്ങോട്ട് നല്ല നെൽപ്പാടാ. കന്യാകുമാരി 15 കിലോമീറ്റർ ഉള്ളു, സുചീന്ദ്രം 1 കിലോമീറ്റർ, തിരുച്ചെന്തൂര് 95 കിലോമീറ്റർ. ഈ തിരുച്ചെന്തൂര് പളനി പോലെ മുരുകന്റെ ഒരു ഫേമസ് ക്ഷേത്രമുണ്ട് കടൽ തീരത്ത്. ഒത്തിരി വർഷം മുന്നേ ഞാൻ പോയിട്ടുണ്ട് ഒരു പ്രാവശ്യം. കന്യാകുമാരി 15 കിലോമീറ്റർ, കൊട്ടാരം 10 കിലോമീറ്റർ. അങ്ങോട്ടൊക്കെ ഉണ്ടോ നല്ല നെൽപ്പാടങ്ങള്. പിന്നെ കളറല്ലേ നെല്ലിന്? നല്ല കളർ. നെല്ലില്ലാതെ, നെല്ല് ആകുമ്പം സ്വർണ്ണ കളർ വരും. ഇപ്പൊ നെല്ല് ആയിട്ടില്ല, കതിരായിട്ടില്ല. ആ ഇലയുടെ കളറാ, ഇളം ഇലയുടെ പച്ച കളർ. നല്ലൊരു ആറ് കനാലാന്ന് തോന്നുന്നു. കനാലാ? അല്ല, ആറാന്ന് തോന്നുന്നു. ആറാന്ന് തോന്നുന്നു. സൈഡിൽ ഇറങ്ങാനുള്ള വഴിയൊക്കെ ഉണ്ട്. ഈ സൈഡ് നോക്കിയാൽ നല്ല അടിപൊളി നെൽപ്പാടം. നല്ല രസമാണ് നെല്ല് നിക്കുന്ന കാണാൻ. കുറച്ചായിരുന്നു കേട്ടോ നെൽപ്പാടം കണ്ടിട്ട് നമ്മള്. അതെ, ഈടെ എല്ലാം തേയിലത്തോട്ടങ്ങളും കാപ്പിത്തോട്ടവും ഒക്കെ അല്ലേ കണ്ടല്ലേ? തേയിലല്ലായിരുന്നു, കാപ്പിത്തോട്ടവും കമുകും തോപ്പുമായിരുന്നു ഏറ്റവും കൂടുതൽ. അല്ല, നമ്മൾ ഊട്ടിക്ക് പോയപ്പോ എല്ലാം തേയിലത്തോട്ടം അല്ലേ? എല്ലാം തേയിലായിരുന്നു. ബൈപ്പാസ് പൂർണ്ണമായിട്ട് പണി തീരുമ്പം, ഹൈവേ പണി തീരുമ്പോഴേ, NH-66 പണി തീരുമ്പം ടൗണിലൊന്നും കയറാതെ നമ്മൾ ഇതിലേ വന്നത്. പണി നടക്കുന്നുണ്ട്. നേരത്തെ വണ്ടിയൊക്കെ പെട്ടെന്ന് ഓടിയെത്തും. പക്ഷെ ടൗണിൽ കൂടെ കയറി വരുന്നത് നല്ലതല്ലേ, ടൗണൊക്കെ കണ്ടുവരാൻ. നല്ല രസമാണ് ടൗണിൽ കൂടെ വരുന്നത്. ട്രാഫിക് ഇല്ലാത്ത സമയത്താണെ നല്ല രസം. ട്രാഫിക് ഉണ്ടെങ്കിൽ അത്ര സുഖമില്ല. ഇല്ല. തമിഴ്നാട്ടിൽ ഇപ്പൊ എങ്ങോട്ട് കയറിയാലും ഇഷ്ടംപോലെ തെങ്ങന്തോപ്പ് കാണാം. തെന്നന്തോപ്പ്. ഇവിടെ എല്ലാം ഞാറ് നട്ടതേ ഉള്ളൂ കേട്ടോ. ഇത് പുറത്ത് കുറച്ചുകൂടെ വലിയതായി. അതിന് രസമല്ലേ? ഇതുണ്ടോ തെങ്ങുംതോപ്പ്, നെൽപ്പാടം, മല, ഭയങ്കര സീനറി. നമ്മളെ ഈ സൈഡിലോട്ട് കണ്ട വെസ്റ്റേൺ ഗാർഡ്സ് ശ്രദ്ധിച്ചോ? ഇതുപോലത്തെ മുൾച്ചെടികൾ മഴ കുറവാണ്ടോന്ന് തോന്നുന്നു. ചെറിയ മുൾച്ചെടി, മറ്റേ കുറ്റിച്ചെടി പോലത്തെ തിക്കായിട്ടുള്ള മരങ്ങൾ കുറവാ. പൊക്കമില്ലല്ലോ, എല്ലാം കുറ്റിച്ചെടികളാ. ഇവിടുന്ന് അങ്ങോട്ട് ക്ലോസ് ആല്ലേ? അവിടെ ക്ലോസ് ചെയ്തേക്കെ, ഇതിലേ പോണം. ഇത് പഴയ വഴിയാ. ഇങ്ങോട്ട് നോക്കി എന്തോരം താമരയെന്ന് നോക്കി. അത് എന്തേറെ സ്ഥലം. ഇതുണ്ടോ ഇതിലെല്ലാം കൂടെ പൂവുണ്ടാവുമ്പോ എന്നെ രസമായിരിക്കും. അപ്പുറത്തെ സൈഡിലും അതെ റോഡിന്റെ. ഒത്തിരി ദൂരം ഉണ്ട് കേട്ടോ, കൊറേ ഉണ്ട്. കുറച്ചെങ്ങും അല്ല. ഈ ഏരിയ മൊത്തം ഇതുപോലെ ഉണ്ട്. ഇതാണ് കൊട്ടാരം എന്ന് പറഞ്ഞ സ്ഥലം. ഓല കൊണ്ടുള്ള 2 കട കണ്ടോ അവിടെ, ചായക്കടയാന്ന് തോന്നുന്നു. ഓല ഷെഡുകളൊക്കെ ഇപ്പൊ തമിഴ്നാട്ടിലും കുറവാ, വളരെ കുറവാ. പണ്ടൊക്കെ എങ്ങ് നോക്കിയാലും ഇഷ്ടംപോലെ കടകൾ കാണാം. അതിനകത്തിരിക്കാൻ നല്ലൊരു സുഖമായിരുന്നു. ഇപ്പൊ എല്ലാം ഷീറ്റായി. ഇവിടെയൊക്കെ ഒരു നാട്ടിൻപുറം വൈബില്ലേ? അതെ, ഗ്രാമങ്ങളാണ്. ഇതുണ്ട് ഈ അമ്പലത്തിലെ നേർച്ചയാന്ന് തോന്നുന്നു തൊട്ടി കെട്ടുന്നേ. എന്തോരം തൊട്ടിയാന്ന് നോക്കിയേ. ഈ തൊട്ടി കെട്ടുന്നേ കുട്ടികൾ ഉണ്ടാകാത്തവരായിരിക്കും. അതെ, അങ്ങനെ നമ്മുടെ ഇവിടെയുണ്ട് ചില ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ട്. എന്തേരല്ലേ ആല്ല കിട്ടുന്നത്. NH-44 ഇത്. കന്യാകുമാരി ശ്രീനഗർ നാഷണൽ ഹൈവേ. എവിടെ കന്യാകുമാരി ഇവിടുന്ന തുടക്കം, അല്ലെങ്കിൽ അങ്ങോട്ട് അങ്ങേയറ്റം എവിടാ ശ്രീനഗർ, കാശ്മീർ. അതുകൊണ്ടോ, അത് ഈ ഡെഡ് ബോഡി കൊണ്ടുപോകുന്ന വണ്ടിയാ, രഥം പോലെ. അത് തമിഴ്നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. ചകിരിത്തൊണ്ട് കൊണ്ടുവന്നേണ്ടോ? കൊണ്ടുവന്നേണ്ടോ, അത് അടുക്കി അത്ര ലോഡ് കയറ്റുന്നാൽ എത്ര സമയം എടുക്കുന്നത്. കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനാ. അപ്പോൾ നമ്മൾ കന്യാകുമാരി എത്തി. NH-44 റോഡ് മുന്നൽ നേരെ കാണുന്ന കാടല്ല, ആകാശല്ല. അപ്പൊ നമ്മള് ഇന്ത്യയുടെ ഇങ്ങേ അറ്റത്ത് വന്നു, ഏറ്റവും താഴ്ഭാഗത്തെത്തി. ഇവിടുന്ന് ലെഫ്റ്റ് പോയാ കന്യാകുമാരി ടൗണിലേക്കാ. ഇത് ബീച്ചാ. ഇവിടെ കൊണ്ട് തീർന്നു 44. ഇവിടെ കൊണ്ട് തീർന്നു. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് NH-44 റോഡ് എൻഡ്. അപ്പൊ അപ്പുറത്തെ സൈഡ് സ്റ്റാർട്ടിങ്ങാ. ഇനി പോയാ കടലിലേക്ക് പോകും. ஜிபே இருக்கா? ஜிபே கிடையாது. പേഴ്സിൽ എടുക്കാന്ന് പറഞ്ഞ് പാർക്കിങ്ങിന് 100 രൂപ. ഇവിടെ ഈ പാർക്കിങ്ങിന് ഇട്ട് വേണം ഇന്ന് സ്റ്റേ ചെയ്യാൻ കേട്ടോ.
കടല് കണ്ടോ? ഇവിടെ നിന്ന് നോക്കുമ്പോ എന്ത് ശാന്തമായിട്ടാ കിടക്കുന്നത്. സൺസെറ്റ് കണ്ടിട്ട് പോണോ അതോ ഇനിയും പിന്നെ സൺറൈസ് കൂടെ കാണണോ? സൺസെറ്റ് കണ്ടിട്ട് തീരുമാനിച്ചാ പോരെ. എന്നാ പിന്നെ കണ്ടിട്ട് തീരുമാനിക്കാം. നിക്കണോ പോണോ? കടല് കണ്ടോ? കടലിലേക്ക് ഇറങ്ങി ചെല്ലുക കേട്ടോ. അത് ശരിയാ, അങ്ങനെ ഉണ്ട്, കടലിലോട്ട് ഇറങ്ങി ചെല്ലുന്ന പോലെ ഉണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ ഇന്ത്യയുടെ സദേൺ എൻഡിൽ എത്തിയിരിക്കുകയാണ്. വേ ടു സൺസെറ്റ് പോയിന്റ് പ്ലേസ്. ഇവിടുത്തെ കടലിനെ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ. നീല കളർ അല്ലല്ലേ? നീല കളർന്ന് തന്നെയല്ല, അതുണ്ടോ ഇടയ്ക്കെല്ലാം കണ്ടോ ഓളം ഇങ്ങനെ വരുന്നുണ്ടോ? തിരമാലയുണ്ട് നല്ലതാ. സൺസെറ്റ് കാണാൻ പോകുന്ന ആൾക്കാരാ അതിലൊക്കെ. ലേഡി ഡ്രൈവർ കേട്ടോ ആ വണ്ടി ഓടിക്കുന്നത്. ബഗ്ഗി. ഇവിടെ ഒരു പാർക്കിംഗ് ഉണ്ടോ? അங்கே 100 കൊടുത്തിருக்கு. ഇங்கே 100. അത് വേറെ ഇത് വേറെ. 100 വേണമാ? വേണം. അത് തനി ഇത് തനി. അതെ, അബദ്ധം പറ്റില്ല. അവിടെ നമുക്ക് പാർക്ക് ചെയ്യണ്ടായിരുന്നല്ലോ. അന്നേരം തന്നെ നമ്മൾ എടുത്തോണ്ട് പോകുന്നില്ല ഇങ്ങോട്ട്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സൂര്യൻ അസ്തമിക്കാനേ കുറച്ച് സമയം കൂടെ ഉണ്ട്. അന്നേരത്തേന് നമുക്കൊരു കടുങ്കാപ്പിയൊക്കെ കുടിക്കാം. നമുക്കൊന്നൊരു ഗസ്റ്റും കൂടെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഫാമിലി മെമ്പറാണ്. പേര് രാജേഷ് അല്ലേ? തൃപ്പൂണിത്തറ വീട്. അതെ, രാജേഷ് അല്ലേ? രണ്ടും രാജേഷാ. ഞാൻ ഈ രാജേഷിനോട് ഞാൻ പറഞ്ഞേ ഇവിടെ മീൻ കിട്ടും, ഒരാള് പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞേ. പോണ്ടേ? ഞാൻ പോയിട്ട് വരാന്ന് അന്നേരം പറഞ്ഞു. എന്നാ എവിടെ സ്ഥലം എന്ന് ചോദിച്ചു. ഞാൻ പോകാൻ റെഡി ആയിട്ട് നിൽക്കുക. അന്നേരം കടുങ്കാപ്പി വെച്ചെന്ന് അറിഞ്ഞുകൊണ്ടാണ് പോവാൻ. ഈ കടുങ്കാപ്പി കുടിച്ചിട്ട് പോയേക്കാം. അല്ല, ആ ഡയലോഗ് വേറെന്നാ പറഞ്ഞേ. അസ്തമയൊക്കെ പിന്നെ ആണെങ്കിലും കാണാം. എന്നാ ഞാൻ പോയി മീൻ പഠിച്ചോണ്ടിരാന്ന് പറഞ്ഞു. ഫ്രഷ് മീൻ ഒന്നും കിട്ടത്തില്ല നമുക്ക്. അതുകൊണ്ട് അല്ല 6 മണി തൊട്ട് ഇപ്പൊ 6:30 ഇപ്പൊ അതറിയത്തില്ല. 6 മണി തൊട്ട് ഉണ്ടെന്ന്. കുറച്ച് മീനേ ഉള്ളെങ്കിലേ പെട്ടെന്ന് തീരും. ഇപ്പൊ ഈ ട്രോളിംഗ് ഒക്കെ അല്ലേ. ഞങ്ങള് പോയിട്ടില്ല. ഞാൻ പോയിട്ട് വാ. അപ്പൊ അതേ സമയം 6:26 ഇവിടെ നല്ല കാറ്റ്. ഇപ്പം സൂര്യനതേ അസ്തമിക്കാറാവുന്നു. ഇഷ്ടം പോലെ വണ്ടികളുമായി. വണ്ടികളും ഉണ്ട്, ആൾക്കാരും ഉണ്ട്. പണ്ട് തൊട്ടേ ഈ സൂര്യാസ്തമയം കാണണമെങ്കിൽ കന്യാകുമാരി ചെല്ലണമെന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ചിന്നമുറ്റം ഫിഷിംഗ് ഹാർബറിലേക്കാ പോകുന്നത്. ഹാർബർ ആയിരുന്നല്ലേ? ഹാർബർ. ഇന്ന് ഏതൊക്കെയല്ലേ നല്ല തെളിഞ്ഞ ആകാശമാ. കുതിരസവാരി ഉണ്ട് ഇതില് കേട്ടോ. എല്ലാരും കണ്ടോ പിടിച്ചിരിക്കുന്നത്? പേടിയൊന്നുമില്ല. പാർക്കിംഗ് ചാർജ് ഉണ്ട് 50 രൂപ. 50. അവിടെ ഫിഷിംഗ് ബോട്ടുകളൊക്കെ കിടപ്പുണ്ട്. അതെ, ലക്ഷണം കണ്ടിട്ട് മീനിന്റെ സമയം കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നത്. നല്ല നാക്കൊന്നും കാണിച്ചു. സമയമൊന്നും കഴിഞ്ഞിട്ടില്ല. മീനുണ്ടാവും. സൂര്യൻ അതിന്റെ അപ്പുറയാണല്ലോ കടലിലല്ലോ. ഇവിടെ ഒന്നും തോന്നുന്നായിരിക്കും. അവിടെ കടൽ തന്നെയായിരിക്കും. അപ്പുറത്തോട്ടും കടല. ഇങ്ങനെ വളഞ്ഞ് അങ്ങോട്ട് പോകുന്ന കടല്. ആകാശം നല്ല കളറാ. മീൻ വന്നിട്ടുണ്ടെന്ന്. എന്താ പറയാ, ബോട്ടിലൊക്കെ എന്തൊക്കെയോ പണിയുന്നു. അതെ, ഇത് ഇവിടെ നിക്കുന്നുണ്ട്. മീൻ വന്നതാണോ അതോ ഒരു പണിയുണ്ട് നിക്കുന്നതാണോ അറിയത്തില്ലല്ലോ. അണ്ട് ഇവിടുത്തെ മീൻ ബോട്ടുകളെല്ലാം കളറുണ്ടോ? പച്ച കളറാ. അത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കമന്റിൽ വായിച്ചായിരുന്നു. ഓരോ സ്റ്റേറ്റിലെയും മീനും ബോട്ടുകൾക്ക് ഓരോ കളറുകൾ പറഞ്ഞിട്ടുണ്ട്. കളർ കോഡ് ഉണ്ടല്ലേ? കളർ കോഡ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം കർണാടക പോയപ്പോ അവിടെ ചുമപ്പല്ലായിരുന്നോ? രാവിലെ ഉദയം കാണാനും ഇതുപോലെ തന്നെ തിരക്കായിരിക്കും. സൂര്യനതേ താഴാൻ തുടങ്ങി കേട്ടോ. ഇപ്പൊ എന്നാ പെട്ടെന്ന് താഴ്ന്ന നോക്കി. നല്ല തിര അങ്ങോട്ട് നോക്കിയേ കേട്ടോ. അപ്പൊ നമ്മളങ്ങനെ ഒരുപാട് നാളുകൾ കൂടി കന്യാകുമാരിയിൽ വന്ന് അസ്തമയം കണ്ടു. ഇപ്പം അസ്തമിച്ചു തീരും. അപ്പൊ ഞങ്ങളിവിടെ ചോദിക്കുമായിരുന്നു മീനൊന്നും ഇല്ലേന്ന്. മീൻ വരും. 8-9 മണി ആവുന്ന. അതെ, നമ്മള് ശാലം നേരത്തെ ആയിപ്പോയി. 7 മണിയായി. 1 മണിക്കൂർ കൂടെ നിക്കണം. നമ്മുടെ അവിടെ ശരിക്കും പറഞ്ഞാൽ ട്രോളിംഗ് നിരോധനം കഴിഞ്ഞിട്ടില്ല. ഇവിടെ ട്രോളിംഗ് നിരോധനം കഴിഞ്ഞു. അതുകൊണ്ട് ബോട്ടാ വരുന്നത്. വള്ളക്കാരല്ല, ബോട്ട് വരുമെന്നാ പറഞ്ഞത്. ഇതുപോലത്തെ ബോട്ടാ വരുന്നത്. അതെ അതെ. ഇവര് മീനും കൊണ്ട് വന്നതാണോ? ആയിരിക്കും ചിലപ്പോ. 8 മണി ആവത്തില്ല, ചിലപ്പോ 7:30 തൊട്ട് 7 മണി കഴിയുമ്പോ തൊട്ട് തുടങ്ങുന്ന പറഞ്ഞത്. മുന്നോട്ട് പോയി റിവേഴ്സ് എടുക്കുക. നമ്മള് വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യുന്ന പോലെ തന്നെയാ കണ്ടോ. ശരിയല്ലേ? അതുപോലെ തന്നെ റിവേഴ്സ് എടുക്കാനായിട്ട് അതുണ്ടോ അതിന്റെ പ്രൊപ്പല്ലർ ഇറങ്ങുന്ന ഓളം അടിക്കുന്നുണ്ടോ കണ്ടോ. കറക്റ്റ് റിവേഴ്സ് വരിക. അതെ, റിവേഴ്സ് വരുമ്പോഴേ അതുണ്ടോ ഇവിടെ വന്ന് തട്ടിയിട്ടൊന്നും ബോട്ടിനൊന്നും പറ്റാതിരിക്കാനായിട്ട് 2 ടയർ ഇട്ടേക്കുന്നുണ്ടോ. ആ ടയർ ഇതാ തട്ടി നിന്നോളൂ. സൈഡ് പറയാൻ പിന്നെ ആൾക്കാരുടെ കുറവൊന്നുമില്ല. കുറെ പേരുണ്ട്, ആൾക്കാരുണ്ട്. പോരട്ടെ പോരട്ടെ പോരട്ടെ. ഇതില് വലിയ മീൻ ഉണ്ടാവുമായിരിക്കും അല്ലേ? അത് പറയാൻ പറ്റില്ല, കാരണം ബോട്ടിലൊക്കെ വലിയ മീനും ഒക്കെ കാണും. അസ്തമയം കണ്ടിട്ട് പോകുന്നതിന് തിരക്കാ. എല്ലാരും പെട്ടെന്ന് ഇനി അടുത്ത സ്ഥലങ്ങളിലേക്ക് പോവാ അതല്ലേ. ഈ വണ്ടിയില് മൊത്തം ലേഡി ഡ്രൈവർമാരാ കേട്ടോ. അതെ. അപ്പൊ ഇന്നത്തെ സൂര്യാസ്തമയൊക്കെ കഴിഞ്ഞു. ഇതേ കടലിന്റെ തീരത്ത് തന്നെ ഒരു മാതാവിന്റെ സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. ഇതേ ഇവിടെ ഇഷ്ടംപോലെ ശംഖുണ്ട് കേട്ടോ. നല്ല രസം കാണാന്. പല പല ഐറ്റം
പണ്ട് കന്യാകുമാരി വന്നിട്ട് ഇതുപോലെ എന്തോ മേടിച്ചോണ്ട് പോയത് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് നോക്കി അതുണ്ടോ? എന്നതാ മീൻ വേണ്ടേ? മീൻ അങ്ങനെയൊന്നുമില്ല, കിട്ടുന്നല്ല. എന്ത് കിട്ടിയാലും കുഴപ്പമില്ല. ഇല്ല. പിന്നെ അമ്മക്ക് ഇത്തിരി മത്തിയോ അയല വേണോന്ന് ഇത്തിരി ആഗ്രഹമുണ്ട്. അതിൽ ഈ അടുത്തേം കിട്ടിയില്ല, പോയ മത്തിയായിരുന്നു കിട്ടിയത്. അതുണ്ടോ ബോട്ടിന് ഹാൻഡ് ബ്രേക്ക് കിട്ടും, 2 സൈഡിലും ഹാൻഡ് ബ്രേക്ക് കിട്ടും കണ്ടോ. അവിടുന്ന് കയറ് വലിച്ച് കെട്ടി 4 പേര് കൂടിയാ ഹാൻഡ് ബ്രേക്ക് ഇടുന്നത് കേട്ടോ. നമ്മളെ പോലെ ഒരാള് നോക്കി നടക്കുകയല്ല. ഇതിലൊക്കെ മീനുണ്ട് ഇഷ്ടം പോലെ. ഓട്ടോ ഓടിക്കുക? പേരെന്നാ? ചെല്ലം. അടൂര്. പേരെന്നാ? സൺസെറ്റ് കാണാൻ ഇറങ്ങിയാണോ? എവിടെ വീട്? എവിടെ? എറണാകുളം. ഹലോ. ഞാനും വ്ളോഗ് എല്ലാം കാണാം. ഞങ്ങളിപ്പോ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ്, അന്നേരമാണ് കണ്ടത്. കണ്ടതിൽ സന്തോഷം. സന്തോഷം. എന്റെ വീട് ഇടുക്കിയിലാണ്. ഇടുക്കിയില്ല? നിങ്ങളെല്ലാരും ഒന്നിച്ചാണോ വന്നത്? ട്രെയിനിൽ വന്നിട്ട് ഇവിടുന്ന് ഒരു റെന്റ് കാർ എടുത്ത് ഇന്ന് വന്നോ അതോ ഇന്നലെ? നമ്മളെ കൊറേ നേരം കൊണ്ട് ഇവിടെ നിക്കായിരുന്നു. എന്നിട്ട് ഇപ്പോഴും പുള്ളിക്കാരൻ പറഞ്ഞു ചായ കുടിക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയത്. അവിടെ ഇരിക്കായിരുന്നു. നമ്മള് കരുതി ഓക്കെ കണ്ടിട്ട് പോകുന്നു. എന്തായാലും നമ്മളിവിടെ ചുമ്മാ ഇരിക്കാം. അപ്പൊ നമുക്ക് ചുമ്മാ കടല സൈഡിൽ കൂടെ റൈഡ് പോയിട്ട് വരാം. അതെ, സമയമുണ്ട്, കുറച്ച് സമയമുണ്ട്. ഇരുട്ടിയല്ലേ പെട്ടെന്ന് തന്നെ. അതെ, നല്ല രസം. കണ്ട ലൈറ്റ് എല്ലാം വേണ്ട, ബോട്ട് കിടക്കുന്ന നല്ല ഭംഗിയില്ലേ. വലിയ ഹാർബറാ, ചെറുതല്ല. അതെ, ഇത് പുലിമുട്ടാ കൂടെ നമ്മള് പോന്ന കേട്ടോ. ഇത് നല്ല പരിപാടിയല്ലേ? ഇത് കൊള്ളാം, ഇങ്ങനെ വഴിയാക്കിയിട്ടേക്കുന്നേ. ബോട്ടുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതെ അതെ, ഓരോന്നോരോന്ന് വന്നു തുടങ്ങുന്നുള്ളൂ. കുറെ വന്നതുണ്ട്, അടുത്ത് വരുന്നതും ഉണ്ട്. നമ്മളെ വന്നപ്പം ആ സൺസെറ്റ് പോയിന്റിലോട്ട് ചെന്നപ്പോ അവിടെ കടലിൽ പച്ച ബോട്ട് ഇതുപോലെ വരുന്നുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞതേ ഉള്ളൂ ഇതിന്റെ കാര്യം. അത് ഫിഷിംഗ് ബോട്ടായിരുന്നു. എന്നെ ബോട്ടാന്ന് മനസ്സിലായില്ല. നമ്മള് പറയുകയും ചെയ്തു പച്ച ബോട്ട് പോകുന്നുണ്ടല്ലോ അതുവഴി. അവിടെ മീൻ ലോഡ് കയറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഒരു 12 വീല് ഫുള്ള് മീനാ ഒരു ലോഡ്. ലോഡ് കയറ്റിയാ. അതെ, എന്തായാലും സമയമുണ്ട്, നമുക്ക് പോയി അവരെ കൂടെ കൂട്ടിക്കൊണ്ട് വരാം. അവരെ കൂടെ മാത്രം കണ്ടാ പോരല്ലോ, അവരുടെ കാണട്ടെ. അതെ, അവരുടെ കാണട്ടെ. നല്ല വലിയ മാർക്കറ്റ് അല്ലേ? അതെ, നല്ല തിരയുണ്ട് കേട്ടോ. തിരയുണ്ട്, നല്ല കാറ്റുണ്ട്. ഇവിടെ ഈ താഴെ എല്ലാം ഫിഷ് ഫ്രൈ കുറെ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഈ സൈഡ് കടകളിലെല്ലാം ഉണ്ട്. അപ്പൊ അത് സ്ട്രീറ്റ് ഫുഡായിട്ട് കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന അവിടെ എല്ലാരും. കുറെ ടൈപ്പ് മീനുണ്ട്. ഇവര് ലൈനായിട്ട് കൊട്ട നിറച്ച് മീനും കൊണ്ട് പോകുന്നു. കണ്ടോ, ലൈനായിട്ട് പോകുന്നുണ്ടോ കൊട്ടയ്ക്കകത്ത്? ഇത് വലിയ ലൈനാ കേട്ടോ, ചെറിയ ലൈനല്ല. ഇവിടെയൊക്കെ ലേലം വിളിക്കുന്നതിന്റെ ഒക്കെ തിരക്കാ, ഭയങ്കര തിരക്കാ ഇവിടെ. ഇതൊക്കെ ചെറുതായിട്ട് ലൂസിന് വെക്കുന്നവരാ. ഇതൊക്കെ വലിയ മീനാ. 4900. ഒരു മീനിന്റെ വിലയാണോ വിളിക്കുന്നത്? മൊത്തം. ഓക്കെ. അപ്പൊ നമ്മള് നല്ല അടിപൊളി ഒരു സൺസെറ്റ് ഒക്കെ കണ്ടു. രാവിലെ ഇനിയും സൺറൈസ് കൂടെ കാണാം. അതെ, ഏക്കല്ലേ ഇവിടെ വരെ വന്നതല്ലേ അല്ലേ? അവിടെ അവര് മീൻ മേടിക്കാൻ പോയിട്ടെ, അത് വലിയൊരു മാർക്കറ്റാന്ന് പറഞ്ഞു. അപ്പൊ അവിടെ 7:45 8 മണി ആകുമ്പോഴത്തേനെ തുടങ്ങുള്ളൂ. വലിയ ബോട്ടുകളൊക്കെ വരുന്ന. അപ്പൊ ഇങ്ങോട്ട് വരുന്നുണ്ട്, നമ്മളെ കൂടെ കൂട്ടിക്കൊണ്ട് പോകാനുണ്ട്. അതെ, വണ്ടി വന്നു. നമുക്കെന്നാ അതല്ല പോയിട്ട് വരാം. ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് വണ്ടി ലോക്ക് ചെയ്തോ. എന്നാണേലും ഇന്ന് കുറച്ച് മീൻ മേടിച്ചിട്ടേ ഉള്ളൂ. അവിടുന്ന് ബോട്ടാന്ന് ഇങ്ങനെ വണ്ടിയിലോട്ട് കയറ്റിക്കൊണ്ടിരിക്കുക കൊട്ടക്കകത്ത്. മീൻ നോക്കട്ടെ. ഇതല്ലാവേ ബോട്ടേന്ന് എടുത്ത് മാർക്കറ്റിലേക്ക് കൊണ്ടുപോകുന്ന ഭയങ്കര തിരക്കാ കേട്ടോ. അതല്ലേ വണ്ടികൾ വന്നോണ്ടിരിക്കുക. ഇതെല്ലാം പോലീസിന്റെ ബോട്ടുകളായി കിടക്കുന്നത്. മറൈൻ പോലീസ്. ഇതുണ്ടോ, വലിയ ബോട്ടാ. നമ്മള് കഴിഞ്ഞ ദിവസം കണ്ട പോലെ ഒന്നും അല്ല, ഇത് വലിയ ബോട്ടുകളാ. അവിടെ എല്ലാം മീൻ ഈ പിക്കപ്പയിലേക്ക് കയറ്റുക. ഇതെല്ലാം ഭയങ്കര തിരക്കാ. ഇതുണ്ടോ, ലോഡ് കയറ്റാൻ വരുന്ന വണ്ടികളും ലോഡ് കയറ്റിയിട്ട് പോകുന്ന വണ്ടികളുമാ. ഇവിടെ ഈ മീൻ കൊണ്ടുപോകാൻ എല്ലാം ഉപയോഗിക്കുന്ന ടാറ്റ ഏസാ. എല്ലാ വണ്ടി ഏസാ. ഞാൻ ഓർത്ത് നമ്മുടെ വണ്ടി ആയിരിക്കും ഒന്ന്, വേറൊരു വണ്ടി കിടക്കുന്നുണ്ട്. അതേ പച്ച കളറൊക്കെ ആണല്ലോ. ഇതെല്ലാം മീൻ എടുക്കാൻ വന്നേക്കുന്ന വണ്ടികളാണ്. ഇതെല്ലാം കേരളത്തിലേക്കായിരിക്കും കയറി പോകുന്നത്. കേരള വണ്ടികളാണ് കൂടുതൽ. അപ്പൊ ഇതുണ്ട്, ഏസാൽ അവിടെ നിന്ന് ബോട്ടേന്ന് കയറ്റി ഇങ്ങോട്ടാ കൊണ്ടുവരുന്നത്. ഇവിടെയാണ് ലേലം വിളി നടക്കുന്നത്. എന്നാ തിരക്കാന്ന് ഇവിടെ കുറച്ചായിട്ട് കിട്ടുമോ അതറിയില്ല, നോക്കണം. കുറച്ചായിട്ട് കുറച്ച് കഴിയുമ്പോ കിട്ടുമെന്നാണ്. ഇതെന്നാ മീനാ ചുമപ്പ് കളർ? ഞാൻ ആദ്യം ഓർത്ത് കിളിമീന്റെ കുഞ്ഞാണ്. കിളിമീന്റെ കുഞ്ഞൊന്നും അല്ല, ഇത് വേറെന്തോ മീനാ. ഇവിടെ ഇത് ഞവര എന്ന് പറയും. നവര
നമ്മുടെ ഇവിടെ ഡെയ്സി ഡെയ്സി. ഇവിടെ ഉത്സവത്തിന്റെ ആളാ. ഭയങ്കര തിരക്കാ, നോക്കിയാലേ തട്ടിടും. അതെ, ഇവിടുന്ന് എങ്ങനെ മേടിച്ചോണ്ട് പോകും? എനിക്കറിഞ്ഞില്ല. ഇത് ഭയങ്കര തിരക്കാ. മീൻ ചൊവ്വയൊന്ന് കാണാൻ പോലും പറ്റുന്നില്ല. അന്നേരം ഒരു വട്ടം മേടിക്കായിരുന്നു, പക്ഷെ ഇത് എവിടെ കൊണ്ട് വെക്കും? മൂടപ്പരവയുടെ കുഞ്ഞാന്ന് തോന്നുന്നു. അങ്ങനെ ഇരിക്കുന്നു. അത് ഇനി അയലയുടെ കുഞ്ഞാണോ? അതെ, അയലയുടെ കുഞ്ഞാണോ? കുഞ്ഞായിരിക്കും. ഇത് നല്ല മുഴുത്ത മത്തി. ഇതൊരു കൊട്ട കിട്ടുവാണെങ്കിൽ കൊണ്ടുപോയിരുന്നു. അയ്യോ, നല്ല മുഴുത്ത മത്തി. അതെല്ലാം വലിയ മീനാ. ചുമന്ന മീൻ, ചെമ്പല്ലി. അതന്നെ. ഓ, ഇവിടുന്ന് മേടിക്കണ ഇച്ചിരി പാടാ കേട്ടോ. മേടിക്കാൻ നന്നായിട്ട് പാടുപെടും. എന്നാ തിരക്കാന്ന് നോക്കിയേ. ഇവർക്കത് കൺഫ്യൂഷൻ ആവില്ലേ ഈ കൊട്ടയല്ല ഇങ്ങനെ? അത് ഓരോരുത്തർക്ക് അറിയാം കൊണ്ടുവച്ചേക്കുന്നത്. തലേക്കല്ലിയാന്ന് തോന്നുന്നു, അതേപോലെ ഇരിക്കുന്നു. ഇവിടെ പേര് പറയുന്ന കളിമീൻ. പച്ചപ്പാമ്പാട. നല്ല അടിപൊളി ശീലാവ്. കിളിമീൻ കൊഞ്ഞ. അതെ, ഈ കൊട്ടക്കകത്തെല്ലാം കിളിമീനാ. നല്ല മുഴുത്ത ചെമ്പല്ലി. ഇതുണ്ട് വേറെ സൈസ് മീൻ. ഇത് ചെമ്പല്ലി. ഇനി സിൽക്ക് എന്നാ പറയുന്നത്. ഇത് ക്ലാത്തി. അപ്പൊ ഇത് നമ്മള് ലേലം വിളിച്ചു 750 രൂപ. അതൊക്കെ എടുത്ത് രാജുഭായി. അപ്പൊ രാജുഭായിയുടെ നമ്മളെ മീൻ മേടിച്ചു. അതെ, സഞ്ചിയൊക്കെ മേടിച്ചോണ്ട് വന്ന അതിനകത്തേക്ക് മീൻ എടുക്കാം. ഇത് കൊറേ ഉണ്ടല്ലോ. ഇതെല്ലാം കോട്ടയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന മീനുകളാ. അടുക്കി വെച്ചേക്കുന്ന കൊട്ടയ്ക്ക്. കുറച്ച് കിളിയും കുറച്ച് മത്തയും കൂടെ കിട്ടുമോ? കിളി ലോഡ് വന്നിട്ടുണ്ട്. ഇതെല്ലാം കിളിയാ. ഇവിടെ ഒരുപാട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് കേട്ടോ. എല്ലാരും വീഡിയോ എടുത്തു കേട്ടോ. എല്ലാരും അറിയാവുന്ന ആൾക്കാരാ. എനിക്ക് കുറച്ച് മത്തയും കിളിയും മതിയായിരുന്നു. ഒമേഗ3 കൂടുതലുള്ള മത്തിക്കകത്താ. അല്ലാതെ മേടിച്ചോ, അത് കുറച്ചായിട്ട് കിട്ടുന്നില്ല അല്ലേ? ഇത് എവിടെ വെച്ച് പാത്രമില്ലല്ലോ കൊണ്ടുപോവാന്. ഫ്രിഡ്ജിനകത്ത് ഒത്തിരി വെക്കത്തില്ല. അല്ല, വെളിയിൽ ചിലപ്പോ ലൂസിന് ചിലപ്പോ കിട്ടുമെന്ന് പറഞ്ഞു. ചിലപ്പോ ഇവിടെ നല്ല മീൻ വന്നത് വെളിയിൽ വെക്കുന്നുണ്ടാവും. അപ്പൊ അവിടെ നിന്നുള്ള വെളി നോക്കാൻ വേണേ. പറന്നാ പോന്ന മീനും കൊണ്ട് എല്ലാരും മാർക്കറ്റിലോട്ടാ പോന്നെന്ന് തോന്നുന്നു. ആ പുറകെ പോയാലോ? അത് വണ്ടിയിലോട്ട് കൊണ്ടുവന്നു. അതെ, കുഞ്ഞുമീൻ കുറച്ച് മേടിച്ച് വറുത്താലോ ക്യാരവന്റെ മണ്ട നിരത്തിയിട്ട്. ഇത് വേറെ ടൈപ്പ് മീനല്ലേ? ഇത് ശീലാവാന്ന് തോന്നുന്നു, ചെറിയ ശീലാവാന്ന് തോന്നുന്നു അല്ലെ? ശീലാവല്ലേ? അപ്പൊ നമ്മള് കുറച്ച് ചെമ്പല്ലിയൊക്കെ മേടിച്ചു. നമുക്ക് പോയേക്കല്ലേ? രാജേഷ് അവിടെ നിൽക്കുക, വന്നില്ല. നിങ്ങക്ക് വേണ്ടി മത്തിയും കിളിയും മേടിക്കാൻ പോയേക്കാ. ഇത്രയും വലിയൊരു ഹാർബറിൽ ആദ്യം വരിക അല്ലേ? നമ്മൾ അന്ന് അവിടെ ഗോവയിൽ പോയ ഹാർബർ, രത്നഗിരിയിലെ ഹാർബറും വലുതല്ലേ? പക്ഷെ അതിലും വലുതായത്. വലിയ ബോട്ടുകളാണ് ഇവിടെ വരുന്നത്. ഇത് കന്യാകുമാരി ജില്ലയിലെ ഏറ്റവും വലിയ ഹാർബറാ ഇത്. ഇത് ചിന്നമുട്ടം. ചിന്നമുട്ടം ഹാർബർ. കന്യാകുമാരി തന്നെ 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ആണ്. 4 കിലോമീറ്റർ. ബീച്ചിന്റെ അവിടെ 4 കിലോമീറ്റർ. ഇതെല്ലാം കൂന്തല, വലിയ കൂന്തല അല്ലേ? ഇതുകൊണ്ട് എന്നാ വലിയ കൂന്തലാന്നുണ്ടത്. ഇത്ര വലുത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. വലുതുണ്ട്, നീരാളി പോലെ ഇരിക്കും കണ്ടോ. അത് വലുതാ കൊട്ട കിടക്കുന്നതല്ല, അതിന്റെ മഷി പൊട്ടി. ഇത് ക്ലാത്തി എന്ന് പറഞ്ഞ് മുമ്പ് കണ്ടില്ല. ഇതിന്റെ ചെറിയ മീനാണ് നമ്മൾ അഭിപ്രായം കണ്ടത്. ഇത് ഇത്ര വലുതാന്നായിരുന്നല്ലേ? ഇത് കിളിയല്ലല്ലേ? ഞാൻ കിളിയുടെ ചേട്ടനും അനിയനോ ഒക്കെ ആയിട്ട് വരും തോന്നുന്നു. കിട്ടിയോ? മാത്തിയായാലൊന്നും കിട്ടിയല്ല, കുറച്ച് കിളി കിട്ടി. പെട്ടെന്ന് ചെന്നിട്ട് മെയിൻ ഡ്രൈവർക്ക് പണിയുള്ള അത് പൊളിക്കണം, പൊളിച്ചിട്ട് വേണം വറക്കാൻ. പെട്ടെന്ന് നമുക്ക് വണ്ടിയിലേക്ക് പോയേക്കാം. വറുത്ത് കഴിച്ചിട്ട് ഫ്രഷോടെ കിട്ടുന്ന സാധനം ഫ്രഷോടെ കഴിച്ചിട്ട് കിടക്കാന്നുള്ളതല്ല നമ്മുടെ ഒരു 9 മണിയായി. അത് കുഴപ്പമൊന്നുമില്ല. ഇവിടെ എനിക്ക് യോഗം ഉണ്ടെന്ന് ഇവിടെ മീൻ വെട്ടിക്കൊടുക്കുന്നു. നമുക്ക് വെട്ടിക്കൊണ്ട് പോവേ, അതാ എളുപ്പം. അതെ, നമ്മളവിടെ കൊണ്ടുപോയി വണ്ടിക്കകത്ത് വെച്ച് വെട്ടിയ അങ്ങനല്ല, മെയിൻ ഡ്രൈവറുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ഇവിടെ ഏതൊക്കെ ആയാലും 3-4 പേര് നിന്ന് വെട്ടുന്നുണ്ട്. അപ്പൊ നമ്മുടെ മീനും വെട്ടാൻ വേണ്ടി കൊടുത്തു. നമ്മൾ മേടിച്ച സാധനം ഒറിജിനൽ ചെമ്പല്ലി അല്ല, ഇത് ഉണ്ണിമേരി എന്നൊക്കെ പറയുന്ന സാധനമാണ്. എനിക്ക് അന്നേരം ഒരു സംശയം ഉണ്ടായിരുന്നു, ഇതിനൊരു ഉരുളിമയില്ല. ഇതിന്റെ തൊലി പൊളിക്കുക കണ്ടോ. ഇതേ വറക്കാനാ നല്ലത്. അതാ പുള്ളി പറഞ്ഞായിരുന്നു അന്നേരം. വെട്ടി കഴിയുമ്പോ പകുതി വെയിറ്റ് നമ്മൾ ഉദ്ദേശിച്ചതിന്റെ പകുതി. എന്നാ പെട്ടെന്നാ വെട്ടുന്ന നോക്കിയേ. നിങ്ങൾ ഇത് കൊണ്ട് എത്ര നേരം ഇരിക്കും വെട്ടാ നിങ്ങളെ ഏൽപ്പിച്ചാല്? ഇത് ഇവരുടെ നെറ്റിത്തൊഴിൽ അഭ്യാസം. നമ്മുടെ നെറ്റിത്തൊഴിൽ അഭ്യാസം ഇതല്ല, എല്ലാം വൈകിട്ടത്തെ തട്ടുകടകളാണ്. ഇത് മീൻ കണ്ടോ, മീൻ ഏത് മീൻ വേണേലും വറുത്ത് തരും കേട്ടോ. ഇതെല്ലാം മീനിന്റെ കടകളാ.
മുളക് വരട്ടി വെച്ചേക്കുക. ആ നമ്മള് പറയുന്ന അടുത്ത് വറുത്ത് വരും. ഇതുണ്ടോ പല ഐറ്റം ഉണ്ട്, പല ഐറ്റം മീനുകളുണ്ട്. വാഴയിലൊക്കെ അത് പൊള്ളിച്ചൊക്കെ ഉണ്ട് കേട്ടോ. ആ ഉണ്ട്. അപ്പൊ നമ്മള് വണ്ടിയുടെ അടുത്തെത്തി. നോക്കി എവിടെ വന്നാ കടലിന്റെ നല്ല സൗണ്ട് കേൾക്കാം. അതായത് തൊട്ട് കടല്. നീ എന്നാ പരിപാടി വൈകിട്ട് എങ്ങനെയാ കഴിക്കുന്നത്? വൈകിട്ടോ? വൈകിട്ട് എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് കഴിക്കാം. കഴിക്കാൽ ഇന്നിനി മീനൊന്നും വറക്കുന്നില്ല. മീൻ കണ്ട ഫ്രിഡ്ജിനകത്ത് വെക്കട്ടെ. അപ്പോൾ നമ്മൾ ഇന്ന് കന്യാകുമാരിയിലെ കടലിൻ്റെ തീരത്ത് തന്നെ നമ്മുടെ വണ്ടിയൊക്കെ ഒതുക്കി. കൂടെ നമ്മുടെ പുഷ്പക വിമാനമുണ്ട്. അപ്പോൾ എല്ലാവരും കിടക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. രാജേഷ് ഫ്രണ്ടിൽ കിടന്നു കഴിഞ്ഞു. അപ്പോൾ നമുക്കും ഇനി കിടന്നേക്കാന്നാ. അപ്പം നാളെ രാവിലെ നമുക്ക് എണീറ്റ് ഇവിടുത്തെ സൂര്യോദയം കൂടെ കാണണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ യാത്ര തുടങ്ങാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.